കുട്ടനാട്ടിലെ സ്ഥിതിഗതികൾ പറയാൻ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും വിളിച്ചിട്ട് ഫോണിൽ കിട്ടിയില്ലെന്ന് റജി ചെറിയാൻ MLA. അതായത് പ്രളയ ദുരിതബാധിത പ്രദേശത്ത് നിന്നൊരു MLA വിളിക്കുമ്പോൾ റവന്യൂ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കിട്ടിയില്ല എന്നാണ് MLA പരാതി പറയുന്നത്. പ്രളയ സമയത്ത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആനയിച്ചു കൊണ്ട് നടക്കാനാവില്ല. റോഡിലൂടെയും വെള്ളത്തിലൂടെയും ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം താൻ ചെയ്യുന്നുണ്ടെന്നും റജി ചെറിയാൻ പറഞ്ഞു. കാരണം ഇപ്പം ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം റവന്യൂ മന്ത്രിയെ വിളിച്ചു, കിട്ടിയില്ല. മുഖ്യമന്ത്രിയും രാവിലെ പുള്ളിയുടെ നമ്പറിൽ ഞാൻ വിളിച്ചു, കിട്ടിയിട്ടില്ല. കാരണം പറയാൻ ഇങ്ങനെ, കാരണം നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിൽ വീടുകളെല്ലാം ഒരു വീടുമില്ല വെള്ളം കയറാത്ത. കാരണം എല്ലാവരും, കാരണം കുട്ടനാട്ടിൽ നമ്മൾ ഇന്ത്യ കണ്ട നമ്മുടെ ക്യാമ്പിൽ ആൾ കുറവായിരിക്കും, പക്ഷേ കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ ഇന്നലെ ലോറിയിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അതേ കൂട്ട് വെള്ളം പൊങ്ങുന്ന കാണുമ്പോഴേ അവർ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. കാരണം കഷ്ടപ്പെടാൻ വളരെ വലിയൊരു കഷ്ടപ്പാടാണ്. അങ്ങനെ എല്ലാവരും പലായനം ചെയ്ത് പുറത്ത് പോയി താമസിക്കുക. കാരണം ചങ്ങനാശ്ശേരി, തിരുവല്ല, എറണാകുളം, ഇന്നലെ കുടുംബങ്ങളെ എറണാകുളത്ത് മക്കളുടെ ഒക്കെ കയറി പോകുന്നവരുണ്ട്. അവരിട്ടുകൊണ്ട് വരുന്ന നൈറ്റിയും കൈലി കൊടുത്തോണ്ടാണ് അവർ പോകുന്നത്. കാരണം അവരുടെ എല്ലാം നനഞ്ഞ് പോയി, ഒരു ഡ്രസ്സും വേറെ എടുക്കാൻ പോലും ഇല്ല. വളരെ വലിയൊരു അവസ്ഥയാണ് കുട്ടനാട്ടില്. മനീഷ് മഹിപാൽ ദുരിക്കുന്ന നാട്ടിലെയാണ് ആളെ കിട്ടിയ എന്താണ് പരസ്യമാക്കുകയാണ് അതൃപ്തിപ്പെടുത്തുന്നത് കുട്ടനാട് MLA. അരുൺകുമാർ, നേരത്തെ തന്നെ കുട്ടനാട് MLA റജി ചെറിയാൻ ഇവിടെ വന്നത് വലിയ വിവാദമായിരുന്നു. അതായത് ഇവിടുത്തെ അമ്പലപ്പുഴ MLA സുധാകരൻ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തിനാണ് കുട്ടനാട് MLA അമ്പലപ്പുഴ മണ്ഡലത്തിലെ തോട്ടപ്പള്ളി സ്പില്ലെ സന്ദർശിക്കുന്ന അടക്കമുള്ള വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്, തോട്ടപ്പള്ളി സ്പിൽവേ വഴി ഈ വെള്ളം ഒഴുകി പോകാത്തതിന്റെ എല്ലാ ഭവിഷ്യത്തും അനുഭവിക്കുന്നത് കുട്ടനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ്. അവിടെ ജലം ഒഴുകി പോകാത്തത് സംബന്ധിച്ച് നേരത്തെ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രി AP അനിൽകുമാറിനൊക്കെ തന്നെ അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടതാണ്. പക്ഷേ അവർ ഫോൺ എടുത്തില്ല, അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ഭരണപക്ഷത്തിന് നിൽക്കുന്ന ഒരു MLA അത് തുറന്നു പറയുന്നു, മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ VD സതീശന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട വന്നു. പക്ഷേ പത്തനംതിട്ട വന്നുവെങ്കിലും ഈ പത്തനംതിട്ടയിലെ വെള്ളം ഒഴുകി പോകുന്നത് ഈ പറയുന്ന അപ്പർ കുട്ടനാട്ടിലേക്കും ഒപ്പം തന്നെ ലോവർ കുട്ടനാട് ഭാഗങ്ങളിലേക്കുമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ക്യാമറ ദൃശ്യങ്ങൾ കൂടി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ഇത്തരത്തിൽ ജലം ഒഴുകി വരുന്ന അടക്കമുള്ള കാര്യങ്ങൾ അറിയാത്ത ആളല്ല മുഖ്യമന്ത്രി. അങ്ങനെയുള്ള മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആലപ്പുഴയിലെ കാര്യങ്ങൾ അറിയുന്നില്ല അല്ലെങ്കിൽ തിരക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ മുൻ MLA H. സലാം അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പ നേരത്തിന് ശേഷമാണ് ഇവിടെ ഇനി CPMന്റെ പ്രതിഷേധ പരിപാടികളടക്കം നടക്കുക. അതുകൊണ്ട് വലിയ പ്രതിഷേധ CPM പ്രവർത്തകർ അടക്കമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നേരത്തെ മുൻകാലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സാധാരണ ഒഴുകേണ്ട ആ അളവിനേക്കാൾ 1/3 ജലം മാത്രമേ ഇപ്പോൾ ഒഴുകി പോകുന്നുള്ളൂ. കാണുമ്പോൾ ഇപ്പോൾ ഒരു ഒഴുക്ക് കാണും, പക്ഷെ ഒഴുകി പോകേണ്ട ജലത്തിന് 1/3 ജലം മാത്രമാണ് ഇപ്പോൾ ഒഴുകി പോകുന്നത്. അത് പൊഴിമുറിക്കലെന്ന് പറയാം. ഇത് പൊഴിമുറിക്കല, ചുമ്മായിട്ട് പുറത്ത് മേലെയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അങ്ങനെയല്ല, മുൻകൂട്ടി ടെൻഡർ ചെയ്ത് വെച്ചാൽ ആഴവും വീതിയും കൂട്ടിയാണ് മുറിക്കുന്നത്. ട്രഡ്ജ് ചെയ്യണമല്ലോ. അതാണ് സാധാരണ ചെയ്ത് പണ്ട് നമ്മൾ ചെയ്ത് പ്രളയത്തിന് ശേഷമാണ് ഇങ്ങനെ തീരുമാനിച്ചത്. കാരണം 365 മീറ്റർ സ്പിൽവേക്ക് വീതിയുണ്ട്. അപ്പൊ അത്രയും വീതി ഉള്ളതായതുകൊണ്ട് അത്രയും വീതിയിൽ തന്നെ വെള്ളം സമുദ്രത്തേക്ക് ഡിസ്ചാർജ് ചെയ്യണം എന്നാണ് ആലോചിച്ച് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ വർഷം വരെ അങ്ങനെ. ഇപ്പോൾ അവിടെ പ്രതിഷേധമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് മാലിന്യം നീക്കം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, ഒപ്പം പൊഴി മുറിക്കാനും തുടങ്ങിയിരിക്കുന്നു. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മഹിവാൽ പ്രേക്ഷകരിലേക്ക് എത്തിയത്. അതിനിടയിലാണ് ഇപ്പോൾ റജി ചെറിയാൻ MLA ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ സമയത്ത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും ഒക്കെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുത്തില്ല എന്നാണ് കുട്ടനാട് MLA റജി ചെറിയാൻ പറയുന്നത്.